എത്ര വിഷയങ്ങൾ തരും. സംസം വെള്ളം ശബാബ് എന്തായി 2015 ആഗസ്റ്റ് 7 2015 ആഗസ്റ്റ് 7 ശബാബിന്റെ ലേഖനത്തിന്റെ ഹെഡിങ് എന്താ അറിയോ? സംസം വെള്ളം രോഗശമനിയോ എന്ന. സംസം വെള്ളം രോഗശമനിയോ എന്ന ഹെഡിങ്. എന്നിട്ട് പറയാം സംസം വെള്ളം രോഗശമനിയല്ല, അനുഗ്രഹീതമായ വെള്ളമാണ്. പക്ഷേ അത് മഴവെള്ളത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, അനുഗ്രഹീതമായ വെള്ളം. അപ്പൊ എന്താ വായിക്കണോ മനസ്സിലാക്കുക? അത് മഴവെള്ളം പോലെ അത്രേ ഉള്ളൂ സംസം വെള്ളം. രോഗശമനിയല്ല. എന്നിട്ട് പറഞ്ഞു രോഗശമനിയാണ് എന്ന് പഠിപ്പിക്കുന്ന ഹദീസ് ലഈഫാകുന്നു എന്ന് മിസ്കോട്ട് ചെയ്തുകൊണ്ട് പണ്ഡിതന്മാരുടെ കിതാബിൽ നിന്ന് സന്ദർഭത്തെ നടത്തി മുറിച്ചു മാറ്റിയ കഷ്ണങ്ങളുമായി വന്നിട്ട് പറഞ്ഞത് അത് ലഈഫാന്നുള്ളത്. എന്നാൽ ലോകചരിത്രം വായിച്ചാൽ അഹ്ലുസുന്നയിൽ തർക്കമില്ലാതെ സ്വീകരിച്ചു പോകുന്ന റിപ്പോർട്ടാണ്. അത് പണ്ഡിതന്മാരൊക്കെയും പ്രാവർത്തികമാക്കുകയും ചെയ്തു. സ്വഹാബത്ത് മുതൽ ഇങ്ങോട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിന് പര്യാപ്തമാണ്. അദ്ദേഹം സംസം വെള്ളം കുടിച്ചപ്പോൾ അദ്ദേഹം പറയാ, ഞാൻ സംസം കുടിക്കുന്നത് പരലോകത്ത് ദാഹിക്കാതിരിക്കാനാണ്. ഈ ഹദീസ് പ്രകാരം പരലോകത്ത് ദാഹിക്കാതിരിക്കാൻ ഞാൻ സംസം കുടിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ സംസം വെള്ളം കുടിച്ചിട്ട് പറഞ്ഞത്, എനിക്ക് ഉപകാരപ്രദമായ അറിവുണ്ടാകാനാ ഞാൻ സംസം കുടിക്കുന്നത്. ഇബ്നു ഹുസൈമ റഹിമഹുല്ലാ ചരിത്രത്തിൽ കിതാബ് തൗഹീദ് എന്ന പേരിൽ ആദ്യം കിതാബ് എഴുതിയ ആള് ഇബ്നു ഹുസൈമയാണ്. കിതാബ് തൗഹീദ് ഹിജ്റ 300-കളിൽ മുഅ്തസിലിയാക്കളും ഷിയാക്കളും ഖവാരിജുകളും റാഫിദിയാക്കളും ഒക്കെ തൗഹീദിന് മായം ചേർത്തപ്പോൾ ശരിയായ തൗഹീദ് പഠിപ്പിക്കാൻ അന്ന് കിതാബ് എഴുതിയ ആളാ ഇബ്നു ഹുസൈമ. അദ്ദേഹത്തെ കിതാബിന്റെ പേര് തന്നെ കിതാബ് തൗഹീദ്. അള്ളാഹിന്റെ സിഫത്തുകൾ കൃത്യമായി പഠിപ്പിച്ച കിതാബാണ്. ആ ഇബ്നു ഹുസൈമയോട് ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെയാണ് ഇത്ര അറിവുണ്ടായത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒറ്റ ഹദീസ്, മാഉ സംസം ലിമാ ശുരിബ ല. സംസം വെള്ളം എന്തിനു വേണ്ടി കുടിച്ചോ അതിന് പര്യാപ്തമാണ്. അതിനുശേഷം ഞാൻ ആ സംസം വെള്ളം കുടിക്കുമ്പോൾ എന്റെ ഉദ്ദേശം നല്ല പ്രയോജനപ്രദമായ അറിവുണ്ടാകണമെന്നായിരുന്നു. അതാണ് എനിക്കിതുണ്ടായത്. ഇമാം ഹക്കീം പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതരാണ്. അൽ മുസ്തദറക് എന്ന കിതാബ് എഴുതിയ മഹാനായ മനുഷ്യൻ, ഹദീസ് നിരൂപണ വിഷയത്തിൽ അഗ്രഗണ്യനായ ആള്. അദ്ദേഹം പറയാ, സംസം വെള്ളം കുടിച്ച് ഞാൻ ആഗ്രഹിച്ചത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രയോജനപ്രദമായ ഗ്രന്ഥങ്ങൾ രചിക്കാൻ തൗഫീഖ് കിട്ടണമെന്ന ഉദ്ദേശത്തിലാണ് ഞാൻ സംസം കുടിച്ചത്. അതേപോലെ ഖതീബുൽ ബഗ്ദാദി വലിയ ഹദീസ് പണ്ഡിതനാണ്, ചരിത്ര പണ്ഡിതനാണ്, ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ സംസം കുടിച്ചപ്പോൾ 3 ഉദ്ദേശം മനസ്സിൽ വെച്ചു. ഒന്ന്, ബഗ്ദാദിന്റെ ചരിത്രം രേഖപ്പെടുത്തണം, എനിക്കത് കിട്ടി. താരീഖ് ബഗ്ദാദ് എന്ന കിതാബ് അദ്ദേഹം എഴുതി. 2, ബഗ്ദാദിലെ ജാമിഉൽ മൻസൂർ എന്ന പള്ളിയിൽ ഹദീസ് പഠിപ്പിക്കാൻ തൗഫീഖ് കിട്ടണം, അതും എനിക്ക് കിട്ടി. 3, ബിസ്റുൽ ഹാഫിയുടെ കൂടെ എനിക്ക് ഖബറടക്കപ്പെടാൻ തൗഫീഖ് ഉണ്ടാകണം. ശേഷക്കാർ പറയുന്നു, അതും യാഥാർത്ഥ്യമായി. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിക്ക് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതൻ. 300ഓളം വ്യാഖ്യാനം ബുഖാരിക്കുണ്ട്. ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതൻ. 300ഓളം വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ബുഖാരിക്കുണ്ട്. അതിൽ ലോകപ്രസിദ്ധമായ 1-ാം സ്ഥാനത്തുള്ള കിതാബാണ് ഫത്ഹുൽ ബാരി. ഹിജ്റ 852 അദ്ദേഹം മരിച്ചത്. അദ്ദേഹം പറയാ, സംസം വെള്ളം കുടിച്ച് ഞാൻ ദുആ ചെയ്തു, അല്ലാഹുവേ ഇമാം ദഹബിയെ പോലുള്ള ഓർമ്മശക്തി നീ എനിക്ക് നൽകണേ. ഇമാം ദഹബി എന്ന മെമ്മോറിയിൽ വല്ലാത്ത അത്ഭുതമായിരുന്നു. ലക്ഷക്കണക്കിന് ഹദീസുകൾ കാണാപ്പാടം പഠിച്ചു. ഓരോ ഹദീസിലെ ഓരോ റിപ്പോർട്ടർമാരുടെയും ചരിത്രമടക്കം കാണാപ്പാടം പഠിച്ചു. ഏത് റിപ്പോർട്ടറെ പേര് പറഞ്ഞാലും ബാക്കി ചരിത്രം അദ്ദേഹം കാണാതെ പറയും. അത്ര വലിയ മെമ്മോറിയായിരുന്നു ഇമാം ദഹബിക്ക്. ആ ദഹബിയെ പോലെ മെമ്മോറി എനിക്കുണ്ടാവണേ എന്ന നിയ്യത്തിൽ ഞാൻ സംസം വെള്ളം കുടിച്ചു. ഇമാം സുയൂത്തി പിന്നീട് പറയുന്നു, ഇമാം ദഹബിയേക്കാളും വലിയ മെമ്മോറി അദ്ദേഹത്തിനുണ്ടായി. ദഹബിയേക്കാളും വലിയ മെമ്മോറി അദ്ദേഹത്തിനുണ്ടായി എന്ന് ഇമാം സുയൂത്തി രേഖപ്പെടുത്തി വെക്കുന്നു. എത്ര വിഷയങ്ങൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദിൽ വിശദമായി പഠിപ്പിക്കുന്നു. ഇബ്നു ഖയ്യിം ഒരു കാര്യം കൂടി പറഞ്ഞു. ചില ആളുകൾ പറയും, സംസം കുടിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ, എന്റെ പ്രശ്നം മാറിയില്ലല്ലോ എന്ന് പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞത്, 1, അതിൽ വിശ്വാസമുള്ളവന് മാത്രമേ അള്ളാഹു നൽകുള്ളൂ. 2, പരിഹസിക്കുകയോ അത് പരീക്ഷിക്കാൻ വേണ്ടി കുടിക്കുകയോ ചെയ്താൽ അള്ളാഹു അവനെ വഷളാക്കാതിരിക്കൂല. ഇതൊന്ന് നോക്കട്ടെ, ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ, കിട്ടുമോ അറിയാലോ. നിങ്ങൾ കുടുക്കി, ഞങ്ങളാണ്ട് വിഷം തരാം, സംസമോണ് തരാം, അല്ലെങ്കിൽ വിഷം തരാം, അജവിൻ തരാം, ഒരു തിന്നി എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ പോകുകയാണെങ്കിൽ പടച്ചോ ഓനെ വഷളാക്കുന്ന ഇബ്നു ഖയ്യിം പറഞ്ഞത്. അത് നേടില്ല മാത്രമേ ഓൻ വഷളായി പോകുന്നു. വല്ലാത്ത വാക്കുകളൊക്കെ എന്നാ എഴുതിക്കണത്? ഹിജ്റ 700-കളിലാണ്. ഹിജ്റ 700 കൊല്ലം മുമ്പ് എഴുതി വെക്കുക.
പരിഹാസ രൂപത്തിലോ പരീക്ഷിക്കാൻ വേണ്ടിയോ ഒരാൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ വഷളാക്കാതിരിക്കൂല. നമ്മൾ ആ വഴിക്ക് പോകല്ല എന്നാ പറഞ്ഞത്. പരിഹസിക്കാൻ പോകല്ല. നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ റബ്ബേ എന്തതിന്റെ വസ്തുത നീ ബോധ്യപ്പെടുത്തി തരണേ എന്ന് ആ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കാന്നല്ലാതെ നമ്മളെ ബുദ്ധിക്ക് ഉൾക്കൊണ്ടില്ല എന്ന കാരണത്താൽ ഹദീസ് തള്ളാൻ പോയാൽ സഹോദരന്മാരെ എവിടേക്ക് നമ്മൾ എത്തുക?